ഹാക്കായി പോയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ റിക്കവർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ ആ ഒരു ചാനൽ നമുക്ക് റിക്കവർ ആയിട്ട് കിട്ടുകയുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ. നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം. അപ്പോൾ ഇതുവരെ മലയാളം യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അഷ്കർ ടെക്കി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതേപോലെ അഷ്കർ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഹാക്കായി പോയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ചാനൽ ഇപ്പോൾ റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് സഹായിച്ചത് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറായ മുക്താർ മുഹമ്മദും അതേപോലെ തന്നെ ഉനൈസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമാണ്. അപ്പോൾ ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു ചാനൽ ഹാക്കായി കഴിഞ്ഞാൽ ആ ചാനൽ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ യൂട്യൂബ് ടീമിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ യൂട്യൂബ് ടീമുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും, അതായത് യൂട്യൂബ് ചാനലിന് നമ്മളെ ഹാക്കായി പോയി കഴിഞ്ഞ ചാനലിനെ കുറിച്ച് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റായിട്ട് മറുപടി കൊടുത്താൽ മാത്രമേ ആ ചാനൽ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഈ ഹാക്ക് ആവുന്നതിന് മുൻപേ തന്നെ നമ്മുടെ കയ്യിൽ ആ കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ചാനൽ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ URL നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ചാനൽ ID ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാനൽ URL ആണ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത്. അത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ചാനൽ ID ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാനൽ URL നമുക്ക് കോപ്പി ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മളൊരു ഫയലാക്കി ആദ്യമേ സൂക്ഷിച്ചു വെക്കണം. പിന്നീട് അവർ മെയിനായിട്ട് ചോദിക്കുക, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള, അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസിൻ്റെ ലിങ്ക് ചോദിക്കും. അപ്പോൾ ഇതും അതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്കുകൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫയലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. മറ്റൊരു കാര്യമാണ്, നമ്മളെ ചാനൽ ആക്സസ് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അതായത് നമ്മൾ മൊബൈൽ ഫോണിലാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഏതൊക്കെ ഡിവൈസിൽ ആക്സസ് ചെയ്തിട്ടുണ്ടോ ആ ഡിവൈസും ആ ഡിവൈസിൻ്റെ മോഡൽ നമ്പറും ആ ഡിവൈസിന് ഏത് കമ്പനി, ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ വിവോ അല്ലെങ്കിൽ ഓപ്പോ അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ, റെഡ്മി ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഏത് കമ്പനിയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ ആ ഒരു ഫോണിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ റിക്കവറിക്ക് അത് ഉപകരിക്കുകയുള്ളൂ. പിന്നീട് അവർ ചോദിക്കുക എന്ന് പറയുന്നത് കറണ്ട് IP അഡ്രസ്സ് ആണ്. അതായത് നമ്മൾ ഏത് IP അഡ്രസ്സിലാണോ നമ്മൾ ചാനൽ ഉപയോഗിച്ചിരുന്നത് ആ ഒരു കറണ്ട് IP അഡ്രസ്സാണ് അവർ ചോദിക്കുക. അത് അറിയില്ലെങ്കിൽ അത് എടുക്കാനായിട്ട് whatismyip.com എന്ന് പറയുന്ന സൈറ്റ് വഴി നമുക്ക് ആ ഒരു IP അഡ്രസ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ചിലപ്പോൾ ഒട്ടനേകം ക്വസ്റ്റ്യൻസ്, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള പല വിവരങ്ങളും അവർ ചോദിക്കും. അപ്പോൾ മെയിനായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ ചാനലിനെ സേഫാക്കി വെക്കാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും ഈ ഡീറ്റെയിൽസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.